സ്ലൈഡ് വിസിബിൾ അല്ലേ? Yes, ma'am. സ്റ്റാർട്ട് ചെയ്തോട്ടെ? Oh, yes, study. സോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഞാൻ ഐസർ തിരുപ്പതി എന്നാണ് BSMS ഡിഗ്രി ഗ്രാജുവേറ്റ് ചെയ്തത്. 2016 മുതൽ 2021 വരെയായിരുന്നു എൻ്റെ കോഴ്സ്. ദെൻ എന്നെ കുറിച്ചിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്ക് ആദ്യം ഐസറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. സോ സ്റ്റാർട്ട്. സോ വൈ ഐസർ? സോ ഐസറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ IIT പോലെ അതേപോലെ ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ. ആൻഡ് ഡിഗ്രി ടീച്ചിങ്ങിനോട് കൂടെ തന്നെ നമുക്ക് റിസർച്ച് എക്സ്പോഷർ അത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ. ആൻഡ് ഇത് ഇന്ത്യയിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി തന്നെ ആയിട്ടുണ്ട്. നന്നായിട്ടുള്ള ഗ്ലോബൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൂടിയാണ്. അതുകൊണ്ട് വേരിയസ് സയന്റിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ്. പിന്നെ ഗ്ലോബൽ കണക്ഷനും കൂടിയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കിടയിൽ തന്നെ നല്ല കണക്ഷനും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് സ്റ്റുഡൻസിന് ഭയങ്കര എക്സ്പോഷർ, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ നന്നായിട്ട് തരുന്ന ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസേഴ്സ്. ദെൻ ഇപ്പം ഐസർ നമ്മുടെ ഇന്ത്യയിലുള്ള ഏതൊക്കെ ഐസർ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് ഐസർ പൂനെ, കൊൽക്കത്ത, മൊഹാലി, ഭോപ്പാൽ, ട്രിവാൻഡ്രം ആൻഡ് തിരുപ്പതി ആൻഡ് ബെർഹാംപൂർ. സോ ടോട്ടൽ 7 ഐസേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഇനി അവിടെ കോഴ്സസ് ഏതൊക്കെയാ ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്ത കോഴ്സ് അതായത് BSMS, ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിട്ടുള്ള 5 ഇയർ ഡ്യൂറേഷൻ കോഴ്സാണ്. സോ അവിടെ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് എർത്ത് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ്, ഡാറ്റ സയൻസ്, അങ്ങനെ പലവിധ സയൻസുമായിട്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ള എല്ലാവിധ കോഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ദ കരിക്കുലം ഈസ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് 2 ഇപ്പം സെമിസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 സെമിസ്റ്റേഴ്സ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഇതേപോലത്തെ കോർ സബ്ജക്ട്സ് എന്തായാലും ഉണ്ടാവും. അതിന് അലോങ് വിത്ത് ദാറ്റ് ലാബ് കോഴ്സും ഉണ്ടാവും. അതിന് ശേഷമുള്ള 3rd 4th ബാക്കി മൂവിങ് ഔട്ട് നിങ്ങൾക്ക് എലക്റ്റീവ് ആയിട്ടായിരിക്കും കോഴ്സ്. അതായത് പേഴ്സണൽ ചോയ്സ്, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഫിസിക്സ് ആയിരിക്കും മോർ ഇഷ്ടമുള്ള സബ്ജക്റ്റ്. സോ മോർ ഓൺ ഫിസിക്സ് സബ്ജക്റ്റിലൂടെ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ചിലവർക്ക് ഫിസിക്സും ബയോളജി ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് ഫിസിക്സും ബയോളജിയിലുള്ള കോഴ്സ് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ചോയ്സ് അതിലായിട്ട് പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. എന്താ പറയാ, നമ്മുടെ പേഴ്സണൽ ചോയ്സിന് നല്ല ഇമ്പോർട്ടൻസ്. മീൻസ് നമുക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇതാണ് ഇഷ്ടം അങ്ങനെയുള്ള കോഴ്സസ് എല്ലാം നമ്മുടെ ഇതിൽ എടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് എന്താ പറയാ മൂവ് ഓൺ വിത്ത് അവർ വിഷസ് ആൻഡ് ഇൻട്രസ്റ്റ്. പിന്നെ റിസർച്ച്, സോ ലാസ്റ്റ് 5th ഇയർ എന്ന് പറഞ്ഞാൽ മാൻഡറ്ററി ഒരു റിസർച്ച് പ്രൊജക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഒരു ഗൈഡ് സയന്റിസ്റ്റിന്റെ കീഴിൽ ഒരു 1 ഇയർ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അതിന്റെ ശേഷം അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അത് ബാക്കിയുള്ള സയന്റിസ്റ്റ് ആയിട്ട് നിങ്ങളെ വാല്യൂ ചെയ്യും. എന്തൊക്കെയാണ് മീൻസ് എങ്ങനെയാണോ ഒരു സയന്റിഫിക് ഡിസ്കഷൻ നടക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഒക്കെ ആയിട്ട് തരും. എന്തുകൊണ്ട്, എങ്ങനെ ചെയ്തു, എന്തിനാ ഇത് ചെയ്തത്, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യും അതൊക്കെ. അപ്പം നിങ്ങൾ ഫർദർ നിങ്ങൾ നന്നായിട്ടുള്ളൊരു സയന്റിഫിക് റിസർച്ച് എക്സ്പോഷർ നന്നായിട്ട് കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ആൻഡ് ഓൾസോ ഈ ലാസ്റ്റ് 5th ഇയർ 4th ഇയർ 3rd ഇയർ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ റിസർച്ച് പ്രൊജക്റ്റ് നമ്മുടെ കരിക്കുലത്തിലും ഉൾപ്പെടുത്താം. അങ്ങനെയുണ്ട്. സോ ഈ
ഐസർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു റിസർച്ച് എക്സ്പോഷർ നിങ്ങൾക്ക് ഏർലി റിസർച്ച് എക്സ്പോഷർ തരുന്നതാണ്. ആൻഡ് ഓൾസോ ലുക്കിംഗ് ടു ദ ഇൻഫ്രാസ്ട്രക്ചർ, ഐസറിലെ ബാക്കി എന്താ പറയുക അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് ഡിഗ്രി ആ ടൈമിൽ നിങ്ങൾ LC-MS, GSMS അങ്ങനെയുള്ള വലിയ വലിയ മാസ് സ്പെക്ട്രോമെട്രി, ഫ്ലോറോസെൻസ് മൈക്രോസ്കോപ്പി ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇത് കിട്ടും, ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് ഉണ്ടാകും. ഓൾസോ നിങ്ങൾക്ക് ഈ ഐസറിൽ ഈ ഫസ്റ്റ് ഇയർ ഓരോ ഇയറിലും നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാവും, ഒരു 1 month 2 month വീക്ക് ഓഫ് ഉണ്ടാകുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വേറെ ലാബിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് റിസർച്ച് ഇന്റേൺഷിപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഓൾസോ പാൻ ഇന്ത്യൻ കൾച്ചറായിട്ട് നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടും, ഫ്രണ്ട്സ് വിത്ത് ഓൾ അതർ സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ ആദ്യം ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് റിസർച്ച് ആയിട്ട് ഓറിയന്റേറ്റഡുള്ള കരിയേഴ്സ്, അതായത് അബ്രോഡിലാകാം ഇന്ത്യയിലാകാം. ഒരുപാട് ലാബ്സ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ, CSIR ലാബ്സ്, IIC, IITs ആൻഡ് പിന്നെ ഉള്ളത് അബ്രോഡിലായിട്ടുള്ള ഏത് ഇതിലേക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, നിങ്ങൾക്ക് വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ടുള്ള UPSC അങ്ങനത്തെ ഉള്ളതിലേക്കും പോകുന്നവരുണ്ട്. വേറെ ഇത് ഇൻഡസ്ട്രിയിലേക്ക് തിരിയാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസിലായിട്ടും പോളിസി സയൻസ് പോളിസിയിലേക്കും, ഓർ യു ക്യാൻ ചൂസ് ദ എഡ്യൂക്കേഷൻ അക്കാദമിക്സ് ആയിട്ടുള്ള ടീച്ചിങ് ആയിട്ടും പോകാം. സയൻസ് കമ്മ്യൂണിക്കേഷൻ, ജേർണൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള ഇതിലേക്കും നിങ്ങൾക്ക് തിരിയാം. സോ ഡൈവേഴ്സ് ഫീൽഡ് നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും തുറന്നു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഐസർ. ആൻഡ് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നതെന്ന്, സോ 3 ways ഉണ്ട് ഐസറിലോട്ടുള്ള അഡ്മിഷൻ ചാനൽ. ഒന്ന് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ ഞാൻ ടേക്കൺ ഇതാണ് ത്രൂ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലാണ് കൂടെയാണ്. വേറൊന്ന് JEE അഡ്വാൻസ്ഡ് ചാനൽ. ദെൻ അനദർ വൺ KVPI, കിഷോർ വിജ്ഞാനിക് പ്രോത്സാഹൻ യോജന ചാനൽ കൂടെ. സോ ഞാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാം. സോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. +1 +2 എന്താ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അത് NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കാം. എല്ലാം കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടിരിക്കണം. ആൻഡ് ഓൾസോ പ്രാക്ടീസ് MCQs ആൻഡ് ഓൾസോ യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, അതെങ്ങനെയാണ് വന്നിട്ടുള്ള ഇത് നല്ല ഐഡിയ ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള നല്ലൊരു ഇത് വരിക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അത്രേ. സോ ആൻഡ് ഓൾസോ വൺ തിങ് ഈസ്, ഈ റിസർച്ചിലേക്ക് മീൻസ് ഐസർ അഡ്മിഷൻ കിട്ടിയവർക്ക് ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ നോക്കി, പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാനൊരു ഇൻസ്പയർ ഫെല്ലോ ആയിരുന്നു. 5,000 പെർ മന്ത് നമുക്ക് കിട്ടുമായിരുന്നു അന്ന്. സോ അന്ന് ആ ടൈമില് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ടോപ്പ് 1% അങ്ങനെ ആയിരുന്നു ക്രൈറ്റീരിയ. ഇപ്പോ അതിന്റെ ക്രൈറ്റീരിയകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സോ ഇൻസ്പയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ഉണ്ട് അവിടെ. നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. സോ 6,000 പെർ മന്ത് നിങ്ങൾക്ക് അതും കയ്യിലുണ്ടാവും. സോ ഇനി എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ ഞാൻ BSMS ഡിഗ്രി 2016 to 2021 ഐസർ തിരുപ്പതി എന്നാണ് എടുത്തത്. ഇൻസ്പയർ സ്കോളർ ആയിരുന്നു ആ ടൈമിൽ. ആൻഡ് ദെൻ ഐ ക്ലിയർഡ് CSER നെറ്റ് JRF, ഓൾ ഇന്ത്യ റാങ്ക് 119 ആയിരുന്നു. ഇപ്പൊ ഞാൻ കറന്റ് PhD അറ്റ് CSER CFTRI മൈസൂരിൽ ചെയ്യാണ്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഐസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭയങ്കര ഏർലി എക്സ്പോഷർ, റിസർച്ചിനായിട്ടുള്ള നല്ലൊരു എക്സ്പോഷർ നമുക്ക് തന്നിട്ടുണ്ട് ഐസർ. ഈവൻ ഞാൻ ബയോളജി ആയിരുന്നു മേജർ എടുത്തത്, എന്നാലും ഫിസിക്സും കെമിസ്ട്രിയും ഡാറ്റ സയൻസും ഈവൻ എനിക്ക് ഒരു കോഴ്സായിട്ട് പൈത്തൺ കോഡിംഗ് ഉണ്ടായിരുന്നു. സോ എല്ലാത്തിനെ കുറിച്ചിട്ട് നമുക്കൊരു ബേസിക് ലെവലിൽ ഇതെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അവിടുന്ന്.
ഇപ്പം അത് നല്ലൊരു ഹൈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അങ്ങനെ പലവിധ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഇപ്പം ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ആ ടൈമിൽ ഞങ്ങൾ സെക്കൻഡ് ബാച്ച് ആയിരുന്നു, ഐസർ തിരുപ്പതിയിലെ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. സോ വി വർ ഇൻ ട്രാൻസിറ്റ് ക്യാമ്പസ്. ഇപ്പോൾ അത് അടിപൊളി ക്യാമ്പസും അടിപൊളിയായിട്ടുണ്ട്. സോ യു മിസ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി നൗ. ബട്ട് എന്നിരുന്നാലും ഞങ്ങൾക്ക് നല്ല എക്സ്പോഷറും ആൻഡ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അവർ നല്ല സയന്റിസ്റ്റും കൂടിയാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാബിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ആൻഡ് ഗെറ്റ് ഹിസ് പെർമിഷൻ ആൻഡ് വി ക്യാൻ ജോയിൻ ഹിസ് ലാബ്. ലൈക്ക് ദാറ്റ് we have that much freedom to go through the science and all. ആൻഡ് ഞാൻ അതേപോലെ CSER JRF നെറ്റ് ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ 4th ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 5th ഇയറിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ CSER JRF ലാബ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ മീൻസ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും എന്താ പറയാ, നമുക്ക് ഈ എക്സ്പോഷർ എല്ലാത്തിനെ കുറിച്ചും, ഞാൻ ബയോളജി മേജറാന്ന് പറഞ്ഞു. അപ്പം ബയോളജിയിൽ തന്നെ പ്ലാന്റ് ബയോളജി, മൈക്രോബയോളജി, ക്യാൻസർ ബയോളജി, ഇമ്മ്യൂണോ ബയോളജി, അങ്ങനെ എല്ലാ ബയോളജിയും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അനാട്ടമി എല്ലാം നമ്മുടെ ചൂസിങ്ങിൽ നമ്മൾ എല്ലാ കോഴ്സും എടുത്തുകൊണ്ട് നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അപ്പം ലൈഫ് സയൻസിൽ കോമ്പറ്റീറ്റീവ് എക്സാം, CSER പോലെ കോമ്പറ്റീറ്റീവ് എക്സാം ചെയ്യുമ്പോൾ നമുക്ക് വി ക്യാൻ നോ ഹൗ വാട്ട് ഈസ് ഇപ്പോൾ ഒരു ടേം വരുമ്പം അതെന്താന്നുള്ള ഒരു ചെറിയൊരു മിനിമൽ ഐഡിയ എങ്കിലും നമുക്ക് കിട്ടും. ബിക്കോസ് ഓഫ് ഐസറിലെ കോഴ്സ് കൊണ്ടായിരിക്കും എനിക്ക് അത് കിട്ടാനുള്ളൊരു ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഒരുപാട് സയന്റിസ്റ്റ്മാരുടെ കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പം മീൻസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതുപോലെ ചിന്തിക്കാനും അതുപോലെ സയൻസും റിസർച്ചുമായിട്ട് നന്നായിട്ട് തിങ്ക് ചെയ്യാനും തുടങ്ങും. ആൻഡ് മെന്റർഷിപ്പ് ആൻഡ് പിയർ ഐസർ തിരുപ്പതിയിൽ നന്നായിട്ട് നമ്മളെ മെന്റർ ചെയ്യാൻ ഓരോരുത്തർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ഓൾ ആർ ഫ്രണ്ട്ലി ഓൺലി. ഫാക്കൽറ്റീസ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോയിട്ട് ചോദിക്കാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. ആൻഡ് എന്താ നല്ല ഫൗണ്ടേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഐസറില്. സോ യാ, സോ ദ മെസ്സേജ് ടു സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്, ഐസർ എന്ന് പറഞ്ഞാല് ഒരിക്കലും മിസ് ചെയ്യരുത്. കിട്ടിയാൽ എന്തായാലും പോകണം. ഇറ്റ്സ് എ ലോഞ്ച് സ്പോട്ട് ഫോർ സയന്റിഫിക് കരിയേഴ്സ്. ആൻഡ് നിങ്ങളെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എല്ലാം ഇഷ്ടമാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സ് എൻവിറോൺമെന്റും ആയിരിക്കും ഐസർ. ആൻഡ് സോ ടു എന്താ പറയാ, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക, ട്രസ്റ്റ് യുവർ ജേർണി ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. സോ താങ്ക് യു. എനി ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ. ആൻഡ് ഓൾസോ ഞാൻ കാണാവോ, വിസിബിൾ ആണോ? ഓക്കെ ഓക്കെ, ഇത് ഐസർ തിരുപ്പതിയുടെ വെബ്സൈറ്റ് ആണ്. സോ യു ക്യാൻ see the departments, whatever departments are there: biology, chemistry, earth and climate science, mathematics, physics and humanities. So these are the departments. You can go through the each and scientist ഓരോരോ റിലേറ്റഡ് ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഇപ്പം തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇന്ന ഏരിയയിലായിരിക്കണം എൻ്റെ റിസർച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗോ ത്രൂ ദ തിങ്. നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ അതേ ഇതിലുള്ള ആരെങ്കിലും നോക്കുക സയന്റിസ്റ്റിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഐസർ എക്സാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുണ്ടാവും. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കാനുണ്ടാവും. അപ്പം നിങ്ങളുടെ ആ ചൂസിങ്ങിൽ ചൂസ് ചെയ്തോളാം. സോ ഇത് ഐസർ ട്രിവാൻഡ്രത്തിന്റെ വെബ്സൈറ്റ് ആണ്. സ്കൂൾ ഓഫ് ബയോളജി, കെമിസ്ട്രി, എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഡാറ്റാ സയൻസ് ആൻഡ് ഹൈ കമ്പ്യൂട്ടിംഗ് പ്രോഗ്രാം. അങ്ങനെ ഓൾസോ പൂനെ
ISER Pune, Department Biology, Chemistry, Data Science, Earth and Climate Science, Humanities, Mathematics, Physics, Science Education. So yeah. മാഡം English. ഹലോ, ചോദിച്ചോട്ടെ? ഡൗട്ട് ചോദിക്കാവോ? ചോദിക്കാം. മാഡം, നമ്മൾ IIT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ഐസറിലേക്കും പ്ലസ് IIT മദ്രാസിലെ BS കോഴ്സ്, അതുപോലെ തന്നെ IISc ബാംഗ്ലൂരിലെ ഒരു കോഴ്സ്, ഇതിലേക്കും കൂടെ നമുക്ക് IIT-ന്റെ സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിരുന്നേ. JEE അഡ്വാൻസ്ഡ് ആണോ ചോദിച്ചത്? JEE അഡ്വാൻസ്ഡ് കൂടെയാണോ? അല്ല, നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ തന്നെ സ്കോർ വെച്ചിട്ട് IIT-യിലെ ഒരു BS കോഴ്സിനും IISc ബാംഗ്ലൂരിലത്തെ ഒരു കോഴ്സിനും നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഈ സ്കോർ കൊടുത്താൽ ആ സെലക്ഷൻ, ആ രണ്ട് സ്ഥാപനങ്ങൾ ഈ IIT സ്കോർ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞു. ശരിയാണോ? മേ ബി എനിക്ക് അതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. എന്നാലും ചിലപ്പം ആകാം. കാരണം ഇപ്പം IIT-യിലും മീൻസ് ഇവര് എല്ലാം ഒരു കണക്ഷൻ ഉണ്ട് ഓൾ ഇൻ ഓൾ. സോ വരാൻ പറ്റും. ചിലപ്പം അവരുടെ പർട്ടിക്കുലർ ഇപ്പൊ IIT മദ്രാസിലെ ആ കോഴ്സിന്റെ ഇതിൽ പോയി നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലൂടെ തന്നെ ആയിരിക്കും ഇതിന്റെ അഡ്മിഷൻ വരിക. അല്ല, ബഷീർ സർ പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ ലാസ്റ്റ് ഇയർ എന്റെ മകൾക്ക് വേണ്ടി അന്വേഷിച്ചിരുന്നു. അപ്പം പിന്നെ IIT-യും IISc ഒക്കെ പിന്നെ അവിടേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഐസറിന്റെ പിന്നെ റിസൾട്ടും കൂടി ബേസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇതിൽ തന്നെ ഈ അൻവർ മട്ടഞ്ചേരി നമ്മുടെ സിജിയുടെ മെയിൻ ആള് തന്നെ, അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിന്റെ ഇൻഫർമേഷൻ എനിക്ക് ഒന്ന് റൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പിന്നെ ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വീണ്ടും അവർ വേണമെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീപോസ്റ്റ് ചെയ്യുമായിരിക്കും. മാഡം, ഞാൻ ആ ഒരു പേപ്പർ ന്യൂസ് കണ്ടിട്ടാണ് അങ്ങനെ ചോദിച്ചത്. പക്ഷേ ഞാൻ ആ പേപ്പർ ന്യൂസ് കണ്ട്, അപ്പൊ IIT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് March 5-നല്ലേ അതെ 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 അപ്ലൈ ചെയ്യാനല്ലേ? പക്ഷെ ഞാനിപ്പോ അപ്പൊ കേൾക്കാൻ കഴിഞ്ഞത് IIT ബാംഗ്ലൂർ, IIT മദ്രാസും IISc-യും ഓൾറെഡി ആ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ആ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണെന്നുള്ള അതിന്റെ ഒരു കൃത്യതല്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കാര്യം ചോദിച്ചത്, എങ്ങനെയാണ് പ്രൊസീജിയർ? IISc ബാംഗ്ലൂരിൽ സ്കോർ ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്താൽ മതി. സ്കോർ റിസൾട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് വിൻഡോ ഓപ്പൺ ആവും. അത് സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആവും. അല്ല സാറേ, ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ് ഞാൻ ചോദിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞ പ്രാവശ്യം മകൾക്ക് ചെയ്തിരുന്നു. അത് അവർ സൈറ്റ് പോയിട്ട് ചെയ്യാം. BTech BS രണ്ട് ഓപ്ഷൻ കൊടുക്കുക. രണ്ടൊരു സെപ്പറേറ്റ് ആണ്, സിംഗിൾ ആപ്ലിക്കേഷൻ അറിയില്ല. കഴിഞ്ഞ വർഷം BTech എന്റെ മകൾക്ക് ചെയ്തിരുന്നു. പിന്നെ അത്ര സ്കോർ എത്താത്തതുകൊണ്ട് അവള് പിന്നെ വഴിക്ക് പോയി. BS-ൽ മാത്രമാണ് ഈ IIT സ്കോർ കൊള്ളും. BTech പൊതുവെ അഡ്വാൻസ് സ്കോർ ആണ്. IIT-ന്റെ ടോപ്പ് സ്കോറുകാർക്കല്ലേ ഈ IIT മദ്രാസിൽ ആ കോഴ്സ് കിട്ടുക അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു JEE അഡ്വാൻസ്ഡ് ഒരു 1000 ആണോ, കൃത്യം ഓർമ്മയില്ല. ഒരു അറ്റ്ലീസ്റ്റ് ടോപ്പ് IIT കഴിഞ്ഞാൽ പിന്നെ കുറെ കുട്ടികൾ BTech കമ്പ്യൂട്ടിംഗ് മാത്തമാറ്റിക്സ് പോകും. BS-ന് പിന്നെ എത്രത്തോളം ഞാൻ നോക്കിയിട്ടില്ല. BS വേറെ ഒരു ആയിട്ട് എത്ര ഓർമ്മയില്ല. BTech കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിരിക്കും. BTech കമ്പ്യൂട്ടിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് അത് IIT കൂടില്ല, അത് JEE അഡ്വാൻസ്ഡ് കൂടെയാണ് പോകുന്നത്. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓൾറെഡി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ സൈറ്റിൽ പോയാൽ അതിന്റെ വിൻഡോ BTech അണ്ടർ ഗ്രാജുവേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സിമ്പിൾ ഡാറ്റ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിടാം കോഴ്സിൽ. അണ്ടർ ഗ്രാജുവേറ്റ് ഓപ്പൺ ആവണം അല്ലേ? ഡേറ്റ് ഒരു ഗൂഗിൾ അടിച്ചാൽ കൊണ്ടുവരും എന്നാണ് ഡേറ്റ് ഓപ്പൺ ആണെന്ന്. അത് ഇതിനായിട്ട് ബന്ധമില്ല, എക്സാമായിട്ട് ബന്ധമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, പിന്നെ സ്കോർ വരുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ്. ഷാനവാം, പിന്നെ നമുക്ക് എനിക്കൊന്ന് അറിയേണ്ടത്, നമ്മള് പിന്നെ നമുക്ക് ഇപ്പൊ ഐസറിന്റെ മെയിൻ ഇത് നിൽക്കുന്നത് ഇപ്പൊ കൽക്കത്ത, പൂന, പിന്നെ അതേപോലെ മൊഹാലി, ഇതൊക്കെയാണല്ലോ ഇപ്പൊ പ്രോപ്പർ ഇതിൽ നിൽക്കുന്നത്. പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത് പിന്നെ 4th പ്ലേസിൽ നിൽക്കുന്നത് ട്രിവാൻഡ്രം ആണെന്നാണ്. തിരുവനന്തപുരം ഐസർ. എന്തിനാണ്
അതായത് ഐസർ ഇതിൽ വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ അതിന്റെ ടോപ്പ് സ്കോർ ഇതിനായിട്ട് ഐസറിന്റെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നത് ഫസ്റ്റ് വൺ റാങ്കിങ് നിൽക്കുന്നതിൽ തിരുവനന്തപുരം 4th place ആണ്. ഇപ്പൊ നമ്മൾ കേരളീസ് ആവുമ്പോൾ നമ്മളൊരു കൂടെ പ്രിഫർ ചെയ്യുക ഇവിടെ ആണല്ലോ. ഇപ്പൊ തിരുപ്പതി എന്ന് പറയുമ്പോൾ ആന്ധ്ര. പിന്നെ എന്താണ് പിന്നെ തിരുപ്പതിയിലെ എങ്ങനെയാണ് അതിപ്പോ റീസെന്റ് അങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഐസർ അവിടെ? ഞാൻ ഐസർ തിരുപ്പതിയിലെ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. സോ എന്നെ ഇത് വിടുമ്പോഴും ഉപ്പക്കും ഉമ്മക്കും ഭയങ്കര പേടിയുണ്ടായിരുന്നു, ഇതേപോലെ പുറത്താണ് കൊണ്ടുപോയി വിടുന്നത് എന്നുള്ളത്. പക്ഷെ ആ ക്യാമ്പസ് കണ്ടപ്പോ ഉപ്പക്കും ഉമ്മക്കും പിന്നെ ഒരു പേടിയില്ലാണ്ട്, കാരണം കംപ്ലീറ്റ്ലി എന്താണ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഫുൾ സെക്യൂരിറ്റി. ഇനി ഹോസ്റ്റലാവട്ടെ ഫുൾ എൻ്റയർ ക്യാമ്പസ് ഫുൾ ബൗണ്ടറിഡ് ആണ്. ആൻഡ് ഓൾസോ വിത്ത് സെക്യൂരിറ്റീസ്, എല്ലാത്തിനും സെക്യൂരിറ്റി എല്ലാ ഇതും ഉണ്ട്. പിന്നെ ഓൾസോ അഡ്മിഷൻ ടേക്ക് ചെയ്യുമ്പോൾ എന്നുള്ള ഓഫീസ് സ്റ്റാഫ്സ് ആൻഡ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക. ആൻഡ് ഇതേപോലെ പുറത്തു വിടുമ്പോൾ ഇനി റാഗിങ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഇതുമില്ല. എല്ലാത്തിനും അവിടെ ഇപ്പൊ കുട്ടികൾക്ക് ഭയങ്കര പ്രഷർ വരുന്നത് അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. അതേപോലെ ആന്റി റാഗിങ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റി റാഗിങ്ങിലായിട്ടുള്ള കുറെ പോളിസീസ് ഉണ്ട്. കറക്റ്റ്ലി കുട്ടികളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാക്കൽറ്റീസ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ഇങ്ങനെയാണ്, മീൻസ് കംപ്ലീറ്റ് റൂൾസും റെഗുലേഷൻസും അവർ പറഞ്ഞ് അവരെ അവെയർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടോ ഇല്ല, മീൻസ് ഫാക്കൽറ്റീസ് നല്ല ഇതായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതേപോലെ 2021 ഇപ്പൊ 5th ഇയർ. ഞാൻ ബയോളജി ആയിരുന്നു. ഞാനിപ്പം CACR CFTRI PhD ചെയ്യാം. അപ്പൊ നമുക്ക് ട്രിവാൻഡ്രം പിന്നെ നല്ല ക്യാമ്പസ് തന്നെയല്ലേ? എല്ലാ ക്യാമ്പസുകളിലും നമുക്ക് ഈ സെക്യൂരിറ്റി ഇത് എല്ലാതും ഇപ്പം നമ്മൾ മെയിനായിട്ട് പ്രയാസപ്പെടുന്നത് റാഗിങ് അങ്ങനെയൊക്കെ ഉള്ളതും ഒക്കെ ഉള്ള ഒരു പൊളിറ്റിക്സ് വ്യൂ ഇതൊക്കെയാണല്ലോ നമ്മള് കുട്ടികളുടെ ക്യാമ്പസുകളിലേക്ക് വിടുമ്പോൾ ഭയപ്പെടുന്നത്. കാരണം ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു സെക്യൂർ സർക്കംസ്റ്റാൻസസ് ആയിരിക്കും ഇഷ്ടപ്പെടുക. ഇതുവരെ ഞാനിപ്പം കുറച്ച് പിള്ളേരെ ഇപ്പം ജൂനിയേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവരും ഇതുവരെ അങ്ങനെ റാഗിങ്ങിനെ കുറിച്ചിട്ടൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് തിരുപ്പതിയിലൊക്കെ മലയാളീസ് അധികം ഓ ഒരുപാടുണ്ട് മലയാളീസ്. എന്റെ ബാച്ചിൽ ഒരുപാട് മലയാളീസ് ആയിരുന്നു. എന്റെ സീനിയേഴ്സും കുറെ മലയാളീസ് ആണ്. ഇപ്പോഴും മലയാളീസ് കുറെ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിന്റെ നമുക്കിപ്പം അവിടെ ഇപ്പൊ BS and MS നമുക്ക് 5 years ഇന്റഗ്രേറ്റഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ PhD നമുക്കൊരു അറൌണ്ട് 5 years വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ലേ? അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഇൻ ബിറ്റ്വീൻ, അതായത് PhD-നോടൊപ്പം നമുക്ക് ഏതൊക്കെ ജോലി ഇതിലേക്ക് നമുക്ക് കയറാൻ അതിനുള്ള സാധ്യതകളുണ്ട്? PhD ചെയ്യുമ്പോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. രണ്ടും അറിയണം. ഒന്ന് ആഫ്റ്റർ PhD ഓർ ബിഫോർ ദ PhD, PhD ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ. ഇൻഡസ്ട്രി നമുക്ക് ഏത് ടൈമിലും, മീൻസ് നമുക്ക് മാസ്റ്റേഴ്സ് വരെ ഉണ്ടല്ലോ, ആ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്തായാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രീസിൽ ഏത് ടൈമിലും നമുക്ക് ഇത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. PhD ചെയ്യുമ്പോഴേ നമുക്ക് സ്കോളർഷിപ്പ് അങ്ങനെ ഇതുണ്ടോ? നമുക്ക് CSER JRF CSER നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഞാൻ PhD സ്റ്റാർട്ട് ചെയ്തത്. CSR പിന്നെ JRF എഴുതിയിട്ട് അങ്ങനെയോ? അതെ. അപ്പൊ ഇപ്പൊ എവിടെയാണ് PhD ചെയ്യുന്നത്? എവിടെയാണ്? PhD മൈസൂരിലാണ് ചെയ്യുന്നത്. CSER CFTRI, CSER ലാബ്സ് ആയിട്ടുള്ള CSER CFTRI എന്ന് പറയും. CFTRI സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കോമ്പറ്റേറ്റീവ് എക്സാം പിന്നെ നമുക്ക് UPSC അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് പോകുന്നുണ്ട്, IFS അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് പോകുന്നവരുണ്ട് നമ്മുടെ ബാച്ചില്. പിന്നെ ഇവര് കുറെ ഇൻഡസ്ട്രീസിൽ ഇത് ചെയ്തിട്ടുള്ള പിള്ളേരുണ്ട്. എൻ്റെ ബാച്ചിലുള്ള മുഴുവൻ പേരും റിസർച്ച് ഓറിയന്റഡ് ആണ്. 1-2 പേര് മാത്രമേ കമ്പനി ഇതായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും അബ്രോഡില് പല ഇതായിട്ട് അബ്രോഡിലാണ്.
കൂടുതൽ വരും. താങ്ക് യു സോ മച്ച്. പിന്നെ റിസർച്ച് ചെയ്യുന്ന സോറി അലീന, എനിക്ക് സംസാരിക്കാൻ പറ്റും. വൺ മോർ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. പിന്നെ ഷംല, അപ്പൊ ഇതില് എനിക്കൊന്നും അറിയേണ്ടത്, ഇപ്പൊ ശരിക്കും ഏതാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്? ബയോളജി ആണല്ലോ BSc ഞാൻ ബയോകെമിസ്ട്രി അപ്പൊ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, പ്രോട്ടീൻ ബയോളജി, ബയോകെമിസ്ട്രി. ഇപ്പൊ റിസർച്ച് ചെയ്യുന്നതും അതിൽ തന്നെയാണ്? ബയോകെമിസ്ട്രി. നമുക്ക് ഇതിന് ശേഷം നമ്മൾ PhD ചെയ്യുമ്പോഴേ നമുക്കിപ്പം ഗൈഡിനും ഒക്കെ, ഇത് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ്, സാധാരണ PhD ചെയ്യുന്നവർ തന്നെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഗൈഡിനെ ഇതാക്കലാണോ, അതല്ല നമുക്ക് ഐസറിൽ നിന്ന് തന്നെ നമ്മുടെ പിന്നെ ലെക്ചേഴ്സ് അവര് നമുക്ക് ഗൈഡ് ചെയ്ത് തരുമോ? എന്താണ് എങ്ങനെയാണ് അവരുടെ ഗൈഡൻസ്? ഏത് ടൈമിലും ചെയ്യും. പക്ഷേ നമ്മൾ റിസർച്ച് മീൻസ് PhD ചെയ്യുമ്പം പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോരോ മാൻഡറ്ററി കാര്യങ്ങളുണ്ട്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഏതെങ്കിലും ഫെലോഷിപ്പ് അക്വയർ ചെയ്യണം. അങ്ങനെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോരോ ഇതുണ്ടാവും. അപ്പൊ ഐസറിൻ്റെതായിട്ടുള്ള എക്സാംസും ഉണ്ട് എന്നാണ് എനിക്ക് അറിയുന്നത്. നോട്ട് ഷുവർ PhDക്ക് വേണ്ടിയിട്ടുള്ള. പിന്നെ ഇതേപോലെ ആരൊക്കെ ഇതൊക്കെ ക്വാളിഫൈ ചെയ്ത DBT, CACR, NET, JRF, ബാക്കിയുള്ള കുറെ PhDക്കുള്ള എക്സാംസ് ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്തിട്ട് ഓൾറെഡി അവരത് ക്വാളിഫൈ ചെയ്തവർക്ക് അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടും സെലക്ട് ചെയ്യും. അപ്പം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ഓരോരോ മാൻഡറ്ററി കാര്യങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാ PhDക്ക് ചെയ്യേണ്ട. അപ്പം ഞാൻ ചൂസ് ചെയ്തത് CSIR JRF CSIR ഇൻസ്റ്റിറ്റ്യൂട്ടില്. അവിടെ ആദ്യം നമ്മളെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ അവര് ലിസ്റ്റ് ഇടും. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തന്നെയാണ് ഏതൊക്കെ എന്താ പറയാ സയന്റിസ്റ്റിന്റെ ഇതിൽ പോയിട്ട് ബ്രോഷറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആയിട്ടുള്ള റിസർച്ച് ഏരിയ ഏതാണ് നോക്കിയിട്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ മെയിലേക്കും CV ഇതാക്കും, നേരിട്ട് പോയിട്ട് മീറ്റ് ചെയ്തിട്ടും ഇതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഹലോ, ഇല്ല കേട്ടു മോളെ. എനിക്ക് അതായത് അലീന ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. മിസ്, ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നേ. അപ്പൊ ഈ കോളേജിനെ പറ്റിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാ സിലബസ് എന്ന് മനസ്സിലാവില്ല നമ്മൾ പഠിക്കുമ്പോ. ഓക്കേടാ, ഇത് ഈ 7 ഐസേഴ്സും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് അവർക്ക് എന്താ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവർക്ക് അനുസരിച്ചിട്ടുള്ള മീൻസ് കോഴ്സസ് ആണ് അലോട്ട് ചെയ്യാറ്. അപ്പം ഒരു ഓവറാൾ എനിക്കൊരു എന്താ പറയാ ഇതാക്കിയിട്ട് പറയാൻ കഴിയൂല. കാരണം ഓരോ ഐസേഴ്സിലും അവർ ചൂസ് ചെയ്യുന്നതും അവർ ഇടുന്ന കോഴ്സസും ഡിഫറെന്റ് ആയിരിക്കും. സോ ബേസിക്കലി നമ്മുടെ 5 ഇയറിൽ ഫസ്റ്റ് 2 ഇയേഴ്സിൽ നമ്മൾ മാൻഡറ്ററി ആയിട്ടുള്ള കോർ സബ്ജക്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഇതിലുള്ള എല്ലാ എന്താ പറയാ കോഴ്സസ് ആയിരിക്കും മാൻഡറ്ററി ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. പിന്നെയാണ് നമ്മൾ എലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പം ആ ചൂസ് ചെയ്യുന്നതും കോഴ്സസും വാരീഡ് ആണ്. ഇപ്പം നമുക്ക് കോഡിങ് കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ ഐസറിൽ അവര് ചിലപ്പം അത് 4th സെമിസ്റ്ററിലായിരിക്കും, ചിലപ്പോൾ 6th സെമിസ്റ്ററിലായിരിക്കും. അങ്ങനെ അത് വേരി ചെയ്യും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ടാണ് എനിക്ക് ഓവറാൾ ആയിട്ട് പറയാൻ കഴിയില്ല. ഓരോന്നും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഇതായിരിക്കും. പിന്നെ ഓൾസോ ഈ 2 ഇയറിൽ ഫസ്റ്റ് 2 ഇയേഴ്സിൽ നമുക്ക് ലാബ് കോഴ്സസ് ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ലാബ് കോഴ്സസ് ഉണ്ടാവും. അങ്ങനെ. താങ്ക് യു മിസ്. ഇതില് നമ്മള് പിന്നെ മോള് ലാസ്റ്റ് ഇയർ അവള് +2 കഴിഞ്ഞ പാട് തന്നെ എഴുതിയിരുന്നു എക്സാം. പക്ഷെ അപ്പൊ കുറച്ച് ടഫ് ആയിരുന്നു, കാരണം അധികം ഒരു പ്രിപ്പറേഷൻ ഒരു 1 month കിട്ടിയിരുന്നു. പക്ഷെ അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? അതിനൊക്കെയുള്ള നമുക്ക് മെറ്റീരിയൽസ് ഇപ്പൊ നമുക്ക് കുറച്ച് ഓൺലൈൻ അവൈലബിൾ ആണ് എങ്കിലും എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകേണ്ടത്? NCERT സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക് പക്കാക്കുക. ഓൾ സബ്ജക്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. NCERTയിലുള്ള ഇപ്പൊ മാത്സില് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ മാത്സിലുള്ള നമ്മുടെ ഒരു മീൻസ് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള അതിന്റെ എക്സസൈസ് ഉണ്ടാവും.
നമ്മളിപ്പം സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ അത് വല്ലാണ്ടൊന്നും ടച്ച് ചെയ്യൂല, കാരണം നമ്മൾ അത്രയും റേഞ്ചിലൊന്നും പോകൂല. ബട്ട് CBSE ആണെങ്കിൽ അവരെന്തായാലും ആ കോഴ്സും അതൊക്കെ ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പം അതും കൂടി നോക്കണം. ഓൾ NCERT ബുക്ക്, അത് NCERT ബുക്കിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിലുള്ള എല്ലാ എക്സസൈസും എല്ലാതും ക്ലിയർ ആയിട്ടിരിക്കണം. അതാണ് NCERT ആദ്യം കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് പിന്നെ അടുത്ത എന്ത് മെറ്റീരിയൽക്കും പോയാൽ മതി. പിന്നെ ഇനി അത് അടുത്ത് പോവുകയാണെങ്കിൽ തന്നെ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിന് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ ഒരു മോസ്റ്റ്ലി 60% 70% അതിലേ ക്ലിയർ ചെയ്തിട്ട് പോകും. പിന്നെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇത് വരുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് അരിഹന്ത് അങ്ങനെയുള്ള മെറ്റീരിയൽസ് നോക്കിയാൽ മതി എന്ന് പറയുള്ളൂ. താങ്ക് യു സോ മച്ച്. PhD ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് ഒക്കെ ഉണ്ടോ? PhD ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് ആദ്യം നമുക്ക് മാസ്റ്റേഴ്സ് ഏത് എവിടെ ആയിരുന്നാലും, ഇനിയിപ്പോ ഐസറിലല്ല, നിങ്ങൾ സാധാ ഡിഗ്രിയിൽ ആണെങ്കിൽ പോലും നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയർ PG 2 വർഷമാണല്ലോ, അപ്പൊ ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറെ എക്സാംസ് ഉണ്ട്. PhD ഫെലോഷിപ്പ് കിട്ടുന്ന ഒന്ന് DBT, ഒന്ന് CSER നെറ്റ് JRF, പിന്നെ വേറെ ഒന്ന് മൗലാന ആസാദ്, അങ്ങനെ ഒരു ഇതുണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ ആകെ എഴുതിയത് CSER നെറ്റ് ആണ്, അതെന്നെ ക്വാളിഫൈ ചെയ്തു ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ. പിന്നെ ഞാൻ അതിലേക്ക് നോക്കില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ എക്സാംസ് ഉണ്ട്. അതായത് നിങ്ങൾ PGയിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാം, അപ്ലൈ ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ക്വാളിഫൈ ചെയ്താൽ വിത്തിൻ 2 ഇയേഴ്സ്, ഇപ്പം CSER നെറ്റ് ആണെങ്കിൽ 2 ഇയേഴ്സ് നിങ്ങൾക്ക് ഇത് തരും. കാരണം നിങ്ങൾ ചിലപ്പം ഓൺഗോയിങ് ആയിരിക്കും, അപ്പൊ 1 ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള. എന്നിട്ട് നിങ്ങളെ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരു PhDക്ക് ഇതേപോലെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇന്റർവ്യൂ വിളിക്കും. അങ്ങനെ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് കൊടുത്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റ് കയറി നിങ്ങൾ എന്താണോ അത് ആ ചൂസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ ബാക്കി പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ അലോങ് വിത്ത് ദാറ്റ് നമ്മൾ നമ്മുടെ ഫെലോഷിപ്പ് അപ്പം ആക്ടിവേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് വിൽ സ്റ്റാർട്ട്. യു വിൽ ബി ഗെറ്റിംഗ് ദ ഫെലോഷിപ്പ് ഓൾസോ അലോങ് ദാറ്റ്. താങ്ക് യു മാഡം. മിസ്, അതെ, ഈ അരിഹന്തിന്റെ ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഐസറിനായിട്ട് മാത്രമായിട്ട് അരിഹന്തിന്റെ പുസ്തകമില്ലല്ലോ, ജെയുടെ പുസ്തകമാണോ ചെയ്യുന്നത്? ഇല്ലല്ല, ജെയ് അഡ്വാൻസ്ഡ് മെയിൻലി ഇവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും മാത്സും ഫിസിക്സും ഒക്കെ ആണെങ്കിൽ നല്ലൊരു കുറച്ച് ലെവല് കൂടിയ കുറച്ച് ഒരു 10% അല്ലെങ്കിൽ ഒരു 5% ഒക്കെ ആ ഒരു ലെവലുണ്ട്. അത് നിങ്ങൾ ഈ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് ചാടാൻ. അല്ലാതെ അതിലേക്ക് പോയിട്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും മിസ് ചെയ്യരുത്. അത് എന്നിട്ട് ഈ അരിഹന്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽ ആണ്. പേഴ്സണലി ഞാൻ CSER നെറ്റ് JRFന് മീൻസ് എടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. ലൈഫ് സയൻസിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ വേണം. പിന്നെ നമ്മൾ കുറേ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഒരു മെറ്റീരിയലിൽ അതിലിരുന്നിട്ട് ഇതാക്കണം. അത് എപ്പോഴും ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു സംഭവമുണ്ട്. ഇപ്പം അത് അല്ലെങ്കിൽ നമ്മുടെ ടൈം കുറേ മെറ്റീരിയൽ റിവൈസ് ചെയ്യാനും ഇതിനൊക്കെ ടൈം പോക്കരുത്. ഒരു മെറ്റീരിയൽ അത് അങ്ങനെ റിവൈസ് ചെയ്തോണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കയ്യിൽ NCERT ബുക്ക് ഉണ്ട്, അത് ഒരു 2-3 വട്ടം റിവൈസ് ചെയ്തു നിങ്ങൾ ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ട് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വലിയ ക്ലിയർ ആയിട്ടില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മാമിന് കണ്ടിന്യൂ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല വൈൻഡ് അപ്പ് ചെയ്യാം. മാം, ഒരു കാര്യം ഉണ്ട്.
ഓക്കെ. അവിടെ എങ്ങനെയായിരുന്നു പഠിക്കാനൊക്കെ? നല്ല ടഫായിരുന്നു അവിടെ? പഠിക്കാൻ എങ്ങനെയായിരുന്നു? ആ ഓക്കെ. നമ്മുടെ ഫസ്റ്റ് 2 years നമ്മള് +2 കഴിഞ്ഞിട്ട് വലിയ എക്സ്പോഷർ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ സാധാ ഒരു ഇതിലല്ലേ നിൽക്കുന്നത്. ഫസ്റ്റ് ഞാൻ പേഴ്സണലി ഞാൻ വന്ന് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ നേരെ കുട്ടികളൊക്കെ കൊണ്ടുപോവാണ്. എന്നോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നമ്മളിപ്പോ നേരെ പോയിട്ട് ഒരു ഹാളിൽ കയറിയിട്ട് വി ആർ ഹാവിങ് എ ഡിസ്കഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ അലോങ് വിത്ത് മെനി IITs എല്ലാ ക്യാമ്പസും കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ, ഇതേപോലെ ഒരു ഗൂഗിൾ മീറ്റ് ഓൺലൈൻ മീറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ തന്നെ കുറച്ച് നമ്മൾ ഏത് ലോകത്തായി എത്തിയത് എന്നുള്ളൊരു ഒരു ഫാസിനേഷൻ ഒക്കെ ആയി. പിന്നെ ആൻഡ് സ്റ്റുഡൻസ് മീൻസ് ഓരോ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക്. ആൻഡ് ഓൾസോ ഓവറോൾ കേരള കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് അങ്ങനെ കുറെ ഫ്രണ്ട്ഷിപ്പും ഓവർ ദ ബൗണ്ടറി ലൈക്ക് പാൻ ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് കിട്ടി. ആൻഡ് നല്ല മീൻസ് നമ്മള് ടീച്ചിങ് ലേണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇത് എന്താ ഇങ്ങനെ പഠിപ്പിക്കുന്നതെന്നൊക്കെ തോന്നും. കാരണം നമ്മള് ഇങ്ങനെ ഇതാണ് ഇത് ഇതാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തിട്ടാ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് വേറൊരു ടൈമിലായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി തിങ്ക് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനനുസരിച്ച് ലൈബ്രറി പോവും. നമ്മളെ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെൽഫ് സ്റ്റഡി അങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്ത് വരും. പിന്നെന്താ, പിന്നെ ഐ തിങ്ക് ഇൻസ്ട്രുമെന്റ്സ്, അഡ്വാൻസ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇത് തരും, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഓവറോൾ നല്ല രസം തന്നെയാ, അടിപൊളി തന്നെയാണ്. പിന്നെ കുറച്ച് കാര്യം നമ്മള് വീടിന്ന് വിട്ടായോണ്ട് ഒരു ഹോം സിക്നെസ് കുറച്ചു കാലം ഉണ്ടാവും. ബട്ട് അവിടെ കുറെ മലയാളീസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും മലയാളീസ് എവിടെ പോയാലും ഉണ്ടാവും എന്ന് ഉറപ്പാണ്. സോ ഡോണ്ട് വരി, ദർ വിൽ ബി സം ഫ്രണ്ട്സ്. മലയാളീസ് അല്ല എന്നാലും ഓൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും. ഓൾ ഓക്കെയാണ്. മീൻസ് അവരുടെ സിസ്റ്റം അതുപോലെയാണ്. മീൻസ് സ്റ്റുഡന്റ് കൗൺസിൽ ഉണ്ട്, വുമൻസ് സെൽ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്കും നിങ്ങൾക്ക് ആ റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ബോധവൽക്കരിച്ചിട്ടും ആണ് അവര് ആ ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങൾ അത് എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ യു കൻ ഡയറക്ട്ലി ടോക്ക് ടു യുവർ മെന്റർ. ഒരു മെന്ററായിട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും ഒരാളടുത്ത്, അവരോട് പറയാം. അല്ലെങ്കിൽ വാട്ടെവർ ഫാക്കൽറ്റീസ് ആരുമായിട്ടോ അവരോട് ഇത് ചെയ്യാം. കാരണം അവരുടെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പം വുമൻസ് എല്ലായാലും ഏത് ആക്ടിവിറ്റീസ് ക്ലബൊക്കെ ആണെങ്കിലും അതൊക്കെ ഓരോ ഫാക്കൽറ്റീന്റെ അണ്ടറിലായിരിക്കും ഇതൊക്കെ അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ പോയിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പ്രശ്നമൊക്കെ പറയാം. ആൻഡ് ഓൾസോ നിങ്ങളെ ഈ ലാസ്റ്റ് 5th year 4th year ആ ടൈം നമുക്കൊക്കെ ആ ടൈമിലായപ്പോത്തിനും പിന്നെ ഡാഡിന്റെ മീൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയാണ് ഇവരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ എവിടേക്കെങ്കിലും തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ അടുത്തേക്ക് തന്നെ മുന്നിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ വൈഡ് ഓപ്പൺ ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. ഓക്കെ മിസ്, താങ്ക് യു സോ മച്ച്. മാഡം, പിന്നെ ഈ ബയോളജിയിലെ ജെനറ്റിക്സിന്റെ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് ഉണ്ടോ, അതോ ബയോളജി ലൈഫ് സയൻസ് ഫുൾ എങ്ങനെയാണ്? അല്ലല്ല, ഉണ്ട്. ജെനറ്റിക്സ് എന്താ പറയാ ഉണ്ട്. നമ്മളെ ഇതില് ഇമ്മ്യൂണോബയോളജി ജെനറ്റിക്സ് ഉണ്ട്. ജെനറ്റിക്സ് ഉണ്ട്. മീൻസ് നമ്മള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങള് സെക്കൻഡ് ബാച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഫാക്കൽറ്റീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ചെയ്യുന്ന റിസർച്ച് ഓറിയന്റഡ് ആയിട്ടായിരുന്നു നമ്മുടെ കോഴ്സസ് ഉണ്ടാവുക. പറഞ്ഞല്ലോ, ഓരോ ഐസറിലും ചില കോഴ്സുകളുടെ ഇത് മാറുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ സയൻസ് റിസർച്ച് നടക്കുന്നുണ്ട് അതിന്റെ ബേസിലായിട്ടായിരിക്കും കുറെയൊക്കെ കോഴ്സ് അവര് ഇത് പ്ലാൻ ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഒരു 4th year 5th year ആയപ്പം ഒരു മാം ഇതേപോലെ ജെനറ്റിക്സ് ആയിട്ട് ഇതായിട്ടുള്ള ഒരാള് അവിടെ
വന്നു. അപ്പം അത് ജനറ്റിക്സ് ഓവറാൾ ആ മാമിനായിരുന്നു അതിന്റെ എല്ലാ ഇതും ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉണ്ട്, ജനറ്റിക്സ് ഒക്കെ എല്ലാം ഉണ്ട്. ഇമ്മ്യൂണോബയോളജി ഉണ്ട്, ക്യാൻസർ ബയോളജി ഉണ്ട്, ഇമ്മ്യൂണോബയോളജി ഉണ്ട്, സെൽ ബയോളജി ഉണ്ട്, പ്ലാന്റ് ബയോളജി ഉണ്ട്. അതൊക്കെ ഐസർ തിരുപ്പതിയിൽ ഇപ്പൊ ഉണ്ട്. ജനറ്റിക്സും ഉണ്ട്, ആൻഡ് ഓൾസോ ബയോ ഇൻഫോർമാറ്റിക്സ് ഉണ്ട്. ഓരോ വർഷവും നമ്മളിങ്ങനെ ഇപ്പൊ ഇമ്മ്യൂണോബയോളജി എടുക്കുവാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് പഠിച്ചാണ്, അത് ഇടയ്ക്ക് വെച്ച് വേറെ ഇതിലേക്കെങ്കിലും ഇഷ്ടമാണ്? അല്ല, നിങ്ങൾ ഈ ഇമ്മ്യൂണോബയോളജി മാത്രമായിട്ടല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 2 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഉണ്ടാവും. നേരെ പോയിട്ട് ഇമ്മ്യൂണോബയോളജിക്ക് ഒന്നും ചാടിക്കൂല നിങ്ങളെ. ഫസ്റ്റ് ഇതൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾ നല്ല മീൻസ് എന്താ പറയാ ഇതും എക്സാംസ് ഒക്കെ നന്നായിട്ട് ഇത് ചെയ്യണം. പിന്നെ തേർഡ് ഇയർ മുതലല്ലേ മോളെ നമ്മുടെ സബ്ജക്ട്? തേർഡ് ഇയർ അതെ, എലക്റ്റീവ് ആയിട്ട് വരുന്ന തേർഡ് ഇയർ മുതലാണ് നിങ്ങളുടെ ചൂസ്. മീൻസ് നിങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റ്സ് അതിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഇന്ന ഇയറിൽ നിങ്ങൾ ഇത്ര ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഓരോ കോഴ്സിനും അവര് ഒരു ക്രെഡിറ്റും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതിന്റെ ബേസിൽ നമ്മൾ എടുക്കും. ഇപ്പം ചില കോഴ്സസിന് 3 ക്രെഡിറ്റ് ആവാം, ചില കോഴ്സിന് 4 ക്രെഡിറ്റ്സ് ആവും, ചില കോഴ്സിന് 2 ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മള് എങ്ങനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോർ സബ്ജക്ട്സ് ഉണ്ട്. മീൻസ് ഞാൻ ബയോളജി മേജർ ആയതുകൊണ്ട് ഞാൻ ഇമ്മ്യൂണോബയോളജി, ന്യൂറോബയോളജി, ക്യാൻസർ ബയോളജി, അങ്ങനെ പ്ലാന്റ് ബയോളജി, അങ്ങനെ കുറച്ച് കോഴ്സ് എടുക്കും. അപ്പം ഒരു 4 കോഴ്സസ് എന്നൊക്കെ പറയുമ്പം കുറച്ചും ഹൈലി നമുക്ക് അതിനെ കുറിച്ചിട്ട് പ്രസന്റേഷൻ ഉണ്ടാകും, കുറെ ഡിസ്കഷൻ ചെയ്യാനുണ്ടാവും. എക്സാം മാത്രമല്ല കേട്ടോ, അതിന്റെ കൂടെ ഇതേപോലത്തെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളൊരു റിസർച്ച് ആർട്ടിക്കിൾ പ്രസന്റ് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇതിലുണ്ടാവും. അപ്പൊ ഈ 4 ക്രെഡിറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉണ്ടാവും, വർക്ക് ഉണ്ടാവും, നമുക്ക് പഠിക്കാനും വായിക്കാനും ഇതേപോലെ ചെയ്യാനും ഒക്കെ കുറെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഒരു 4 ക്രെഡിറ്റ് കോഴ്സ് ഒക്കെ വേറെ നമുക്ക് അതില്, കാരണം 4 മന്താണ് ഒരു സെമസ്റ്റർ ഉണ്ടാവുക. അതില് ഈ 4 ക്രെഡിറ്റ് ഉള്ള ഒരു 3-4 ഓക്കെ ആകും. പിന്നെ നമ്മൾ ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത ഒരു കോഴ്സ് എന്ന് പറഞ്ഞാല് ഇന്റർ ഡിസിപ്ലിനറി കെമിസ്ട്രി. അതായത് അവരുടെ കോഴ്സിൽ ഇങ്ങനത്തെ മെഡിസിനൽ കെമിസ്ട്രി, അതായത് കെമിസ്ട്രിയും ബയോളജിയും കൂടി ഇതാക്കിയിട്ടുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫുഡ് കെമിസ്ട്രി ഉണ്ടായിരുന്നു, അതും ഒരു 2 ക്രെഡിറ്റ് കോഴ്സ് ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം, കാരണം ഫുഡിനെ കുറിച്ചിട്ട് ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് നല്ല രസമായിരുന്നു ആ കോഴ്സ്. അങ്ങനത്തെ കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്, അതും നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് പോവാം. ആൻഡ് 1 സെമസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് സെമസ്റ്ററിലും ഈ ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇതിൽ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ വിഷയം നമ്മുടെ ഇതിലാണ്. മേ ബി ചിലർക്ക് ഓക്കെ ഞാൻ 4 ക്രെഡിറ്റ് കോഴ്സ് 4 ചെയ്താൽ അത്രയും, പിന്നെ നെക്സ്റ്റ് സെമസ്റ്ററിൽ ആകെ 2-3 ചെയ്താൽ മതി, ഫുൾ ഫ്രീ ആയിട്ട് നിൽക്കാം. അങ്ങനെ ബേസ്ഡ് ഓൺ അപ്പോൾ അവർ ചോയ്സ് ഓൺലി. ഈ 3 എലക്റ്റീവ് കോഴ്സസ് വരുമ്പോൾ പിന്നെ നമ്മുടെ അതില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഇമ്മ്യൂണോബയോളജി മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഇമ്മ്യൂണോബയോളജി ആണെങ്കിലും അതിന്റെ കൂടെ ഇമ്മ്യൂണോബയോളജി മാത്രമല്ല സെൽ ബയോളജി അങ്ങനത്തെ കോഴ്സസുകളൊക്കെ എടുത്തിട്ട് ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ. മേ ബി നിങ്ങൾക്ക് ഇമ്മ്യൂണോബയോളജി മാത്രമാണ് ബയോളജിയിൽ ഇഷ്ടം, ബാക്കിയുള്ളൊക്കെ ചിലപ്പോൾ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ഫിസിക്സോ മാത്സോ ആണെങ്കിൽ അത് അങ്ങനെ എടുക്കാം കേട്ടോ. താങ്ക് യു. നമ്മള് മേജർ ചൂസ് ചെയ്യുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി മാത്രമാണോ, അതോ ഞാൻ വേറെയും കോഴ്സസ് കണ്ടിട്ടുണ്ടായിരുന്നു എൻവയോൺമെന്റൽ സയൻസ് ഒക്കെ പോലെ, അതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുമോ? യെസ്, അത് തന്നെയാണ് ആ കോഴ്സുകൾ എല്ലാതും. നിങ്ങളുടെ നമുക്ക് എന്താ റിസർച്ച് ഇപ്പം ശരിക്കും ചെയ്യേണ്ട. ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, അല്ല ഞാൻ നിങ്ങളുടെ ഇതിൽ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഏരിയ, ഒരു ടോപ്പിക് ഇപ്പൊ തന്നെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കോ എന്തെങ്കിലും നിങ്ങളെ ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം പിന്നെ നിങ്ങൾ ആ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വേണം, ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അതിനെ ചുറ്റിലും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആസ്ട്രോഫിസിക്സ് ഇതാണ്. പക്ഷെ അവള് കുറച്ച് ബയോളജി ബേസിക് കോഴ്സ് ആയിട്ടുള്ള സെൽ ബയോളജി അങ്ങനത്തെ കോഴ്സുകളും അവൾ എടുത്തിട്ടുണ്ട്.
അതായത് ആ കോഴ്സിന് മീൻസ് ആസ്ട്രോഫിസിക്സില് എനിക്ക് അത്രയും ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അവള് എന്നാൽ സ്പേസിലെ ലൈഫിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ള ഇതാണ്. അപ്പം ബയോളജിനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണമല്ലോ നമുക്ക്, കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള. അപ്പം അതിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവള് കോഴ്സസ് സെലക്ട് ചെയ്യുന്ന. സോ നിങ്ങൾക്ക് ഒരു ടോപ്പിക്, ഒരു ഏരിയ ഓഫ് റിസർച്ച് ഇപ്പോഴോ അറിയാമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ചൂസ് ചെയ്തിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഫൈനൽ ഇയർ, 5th ഇയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണോ അതിനെ വെച്ചിട്ടായിരിക്കും. അതിൽ നിങ്ങൾ എന്തായാലും 1 ഇയർ റിസർച്ച് ചെയ്യാനും ഉണ്ടാവും. ആൻഡ് ഇതിപ്പം പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മള് ഇതൊക്കെ ഗവൺമെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മള് ഭാവിയില് ഇപ്പം കേരളത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കോഴ്സിനോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഡിഗ്രി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സംഭവം വേണ്ടി വരും. നമ്മൾ ബയോളജി മേജർ ആയതുകൊണ്ട് എനിക്ക് ഫിസിക്സ് സുവോളജി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി, അങ്ങനെ ആ ഒരു ഇതുണ്ട്. പക്ഷെ നിങ്ങൾ കേരളത്തിലൊന്നല്ല, മീൻസ് നിങ്ങൾ എന്തായാലും അബ്രോഡ് അങ്ങനെയൊക്കെ ഒരു പാൻ ഇന്ത്യൻ ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റിയിലാണ് ഇതാണെങ്കിൽ ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരില്ല. അപ്പൊ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവര് തന്നെ തരുമോ? നമ്മള് ഐസറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവർ തരും? ഐസറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല, നമ്മള് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരാണ് അവരുടെ ഇതില് ഇത് ചെയ്യുക, നമുക്ക് ഇത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ അവരുടെ പോർട്ടലിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ എടുത്ത കോഴ്സിന് വെച്ചിട്ട് അവര് ഇത് ഇക്വലൻ ടു ഇപ്പം ഞാൻ എടുത്ത കോഴ്സുകളൊക്കെ വെച്ചിട്ട് എനിക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സുവോളജി നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിന് അനുസരിച്ച് കൊണ്ടുള്ള ഈക്വലൻസി. ഇപ്പൊ ഒരു കെമിസ്ട്രി എടുത്ത കുട്ടിക്ക് ആകുമ്പോൾ അവരുടെ ഈക്വലൻസി ടു കെമിസ്ട്രി അങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെ എടുക്കണം. അപ്പം അത് അതേപോലെ കണ്ണൂരിൽ ചിലപ്പം വേറെ ഉണ്ടാവും, ബോട്ടണിക്ക് ആയിരിക്കും ആ കോഴ്സിന് കൊടുക്കുന്നത്, അങ്ങനെയുണ്ട്. അപ്പൊ എന്റെ കേസിൽ ഇപ്പം ആ കുട്ടി ചോദിച്ച മാതിരി നമ്മള് എല്ലാ കോഴ്സസും എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ, മീൻസ് നമുക്കറിയില്ല, നമുക്ക് ബയോളജി എന്നാണോ അത് ബയോളജിയിൽ ഇനി ഏത് ഏരിയ ആണ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് ഇതേപോലെ ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ അതിനെ നന്നായിട്ട് യൂസ് ചെയ്യാം. കാരണം ഞാൻ എന്റെ ഇന്റേൺഷിപ്പില് ഞാൻ പ്ലാന്റ് ബയോളജി ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ്, അതേപോലെ മൈക്രോബയോളജിയിൽ ചെയ്തിട്ടുണ്ട്, സെൽ ബയോളജിയിൽ ചെയ്തിട്ടുണ്ട്, ക്യാൻസർ ബയോളജിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം 4 ഇയറിൽ ഈ ഇന്റേൺഷിപ്പിലൊക്കെ ഓരോരോ ബയോളജിയാണ് എന്റെ ഇൻട്രസ്റ്റ്. പക്ഷെ അതിൽ ഏത് ഏരിയക്ക് ഞാൻ തിരിയണത് എനിക്കൊരു ഷുവർ ഇതില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓരോരോ ടോപ്പിക്കിലും പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവള് ഓൾറെഡി ക്യാൻസർ ബയോളജിയാണ്. അപ്പം അവളുടെ ഫസ്റ്റ് മുതൽ 4th ഇയർ വരെയുള്ളതും 5th ഇയറിലുള്ള പ്രൊജക്റ്റും ക്യാൻസർ ബയോളജിയിലായിരുന്നു. And she done her ആ ക്യാൻസർ പ്രൊജക്ട് ചെയ്തത് ഔട്ട്സൈഡ് ക്യാമ്പസ് ആണ്, ഇവിടെ CCMBയില് ഹൈദരാബാദിലായിരുന്നു അവളുടെ 5th ഇയർ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായത് കോവിഡ് ടൈമില്. Hi ma'am. I was just curious to ask ma'am, ഏത് ബോർഡിൽ നിന്നാണ് 12th പാസ് ഔട്ട് ആയത്? And also, do you really think ICE will be easy on state board pass outs? Sorry, I couldn't hear you clearly. Can you repeat? Ma'am, ഏത് ബോർഡിൽ നിന്നാണ് 12th പാസ് ഔട്ട് ആയത്? ഓൾസോ ഈ സ്റ്റേറ്റ് ബോർഡ് പാസ് ഔട്ട്സിന് ഐസർ എങ്ങനെയായിരിക്കും? ഓക്കെ, ഞാൻ 10th വരെ CBSE ആയിരുന്നു, +1 +2 സ്റ്റേറ്റ് ബോർഡ് തന്നെയാ പോയത്. സോ അങ്ങനൊരു ബോർഡ് ഏതായാലും ബുക്ക് സെയിം ആണ്. സ്റ്റേറ്റ് ബോർഡ് ആയാലും CBSE ആണെങ്കിലും +1 +2 ബുക്ക് സെയിം ആണ്. അപ്പൊ ബുക്ക് NCERT ബുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ഇതിൽ പോയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? That's it ma'am, thank you. നിങ്ങൾ അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ബോർഡാണ്, CBSEക്കാർക്കാണ് ക്ലിയർ ചെയ്യാൻ കഴിയാന്ന് അങ്ങനെ ഒരു ഇതിൽ പോരുത്. ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ടിൽ നമ്മൾ ഒരിക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഒക്കെ പോസിറ്റീവ്. നമ്മുടെ എഫേർട്ട് ഇടുക, എന്നിട്ട് നമ്മളെ ട്രസ്റ്റ് യുവർ ജേർണി. ദാറ്റ്സ് ഇറ്റ്.
ഞാൻ ശരിക്കും നീറ്റ് ഓറിയന്റഡ് ആയിട്ട് പോയിരുന്ന ഒരാളാണ്. എനിക്ക് അത് ഇത് ചെയ്ത് കിട്ടാതെ ഇങ്ങോട്ടാണ് തട്ടി തിരിഞ്ഞത്. Then yeah, I am happy with the campus, everything. Yeah. ഓരോ സെമസ്റ്റർ കോഴ്സസ് അവൈലബിൾ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക്, അതായത് ഐസറിന് രജിസ്റ്റർ ചെയ്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ഏതൊക്കെ അവൈലബിൾ അവിടെ എന്ന് അറിയാൻ പറ്റുമോ? അത് ഓരോ സെമസ്റ്ററിന് മുന്നാണോ അറിയാൻ പറ്റുക? അതെ, ഓരോ സെമസ്റ്ററിന് ഇതായിട്ടാണ് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ കോഴ്സ്, എന്തൊക്കെ കോഴ്സാണ് നമുക്ക് അവൈലബിൾ എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പോയിട്ട് എല്ലാ ഐസറിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതാക്കിയാൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ്, ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓൾസോ യു ഗോ ടു ഓൾ ദ സയന്റിസ്റ്റ് ഹു ആർ ഇൻ വർക്കിംഗ് വിച്ച് ഫീൽഡ്, ഏതൊക്കെ റിസർച്ച് ഫീൽഡാണ് അവര് വർക്ക് ചെയ്യുന്നത്. എന്നാ പിന്നെ അവിടെ ഇനി ഈവൻ ആ കോഴ്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഏരിയ എന്തായാലും അയാളുടെ അണ്ടറിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ മാം. മാം, അതെ, ഈ KVPY ചാനൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഐസർ കയറാൻ വേണ്ടി അഡ്മിഷന്, അത് എന്താ പറയാ ക്യാൻസൽ ചെയ്യാൻ ചെയ്തില്ലേ KVPY ചാനൽ? ആണോ? ഒരു സംശയം. എക്സാമിന് നടത്തുന്നുണ്ടല്ലോ, എന്നാലും എക്സാമിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ അഡ്മിഷൻ പ്രോസസ് ഒന്ന് പറയാൻ പറ്റുമോ? എന്താ ചെയ്യേണ്ടതെന്ന്? KVP എക്സാം ഇനി നിങ്ങൾക്ക് +2 കഴിഞ്ഞു ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ ആ ടൈമില് ഞങ്ങള് പിന്നെ ഫസ്റ്റ് ഇയർ ഓഫ് ഡിഗ്രി ആ ടൈമിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. എൻ്റെ ആ ടൈമിൽ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് KVPY എക്സാം. അതും കൂടി ഉണ്ടോ? KVPY ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ മിസ്. അപ്പം ആ ചാനലിൽ ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഞാൻ നോക്കിയപ്പം അതെല്ലാം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം IIT എക്സാമും JEE അഡ്വാൻസ്ഡ് അതിൽ കൂടെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക കേട്ടോ. താങ്ക് യു. താങ്ക്സ് ടു OCG ഫോർ ഗിവിംഗ് മീ ദ ഓപ്പർച്യൂണിറ്റി. എന്തെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഗുഡ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല എഫേർട്ട് ഇടുക, കിട്ടും. നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, ഇനി എല്ലാം പോസിറ്റീവായിട്ടിരിക്കുക. ഇനി ആൻഡ് ഓൾസോ എൻ്റെ സ്ലൈഡ് എനിക്ക് കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട് നയന, ഷീ ഈസ് ഓൾസോ മൈ PhD, means not PhD, BSMS batchmate Naina. She is now career in research അല്ല, റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയിലാണ് അവള് ഇത് ചെയ്യുന്നത്. അപ്പം കരിയർ ഇൻ ഇൻഡസ്ട്രീസിലും ഉണ്ട്, PhD മാത്രം ഒരു ഓപ്ഷൻ അല്ല, അതും ഉണ്ട്. ആൻഡ് മൈ ഹസ്ബൻഡ് ഓൾസോ ഫോർ ഗിവിംഗ് ഇൻപുട്സ്, എന്തൊക്കെ പറയണം എന്തൊക്കെ വേണ്ട എന്നുള്ളതിൽ ഇൻപുട്സ്. താങ്ക് യു CG.